ഉച്ചയ്ക്ക് വരാത്തവര്, മധ്യാഹ്നത്തിൽ വരാത്തവര് ഷിഫ്റ്റാ അല്ലേ, പകലൊരു കൂട്ടരും രാത്രി വേറൊരു കൂട്ടരും. അങ്ങനെ അതിൽ തമ്മിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? കിട്ടേണ്ടത് പലതും ചില സമയത്ത് കിട്ടാതെ പോകും. തോർത്തൊരു സൂക്തി മണി പോലുള്ള ഭാഗവതം. എങ്ങനെയാണ് ഒരു നൂലിലെ മുത്ത് കോർക്കുന്നത്, അതുപോലെയാണ് ഭാഗവത്തിന്റെ കഥകള്. ഇടയ്ക്കൊരെണ്ണം വിട്ടുപോയാൽ ബാക്കി ഒന്നും പിന്നെ നമുക്ക് മനസ്സിലാക്കില്ല. അതുകൊണ്ടാ ഈ പ്രഭാഷണമൊക്കെ പറയുമ്പോഴും അല്ലെ പാരായണമൊക്കെ ചെയ്യുമ്പോൾ പുസ്തകത്തിൽ നോക്കിയിരിക്കണം. പ്രഭാഷണം പറയുമ്പോൾ അത് ഒരുപോലും വിടാതെ വന്നിരുന്ന് കേൾക്കണം എന്നൊക്കെ പറയണത് അതിനാ. അല്ലെ ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞപ്പോ നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായി ഞാൻ ഉച്ചയ്ക്ക് എന്താ പറഞ്ഞത്? നല്ല പിടിയുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി ടെൻഷൻ ആവശ്യം അങ്ങനെ എന്താ ആയിരിക്കും പറഞ്ഞ ഇല്ലേ? അപ്പൊ കേട്ടവരോട് ചോദിച്ചു മനസ്സിലാക്കിയുള്ള എന്താ പറഞ്ഞത്. അപ്പോ ഭാഗവതത്തിൽ നമ്മള് ഒന്നാം സ്കന്ധവും രണ്ടാം സ്കന്ധവും അത് രണ്ടും ഭാഗവതത്തിന് ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗവതം തുടങ്ങാനുള്ള ഒരു എന്താ പറയാ ഒരു ബേസ്മെന്റ് ആണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. പാണ്ഡവര് സ്വർഗത്തിലേക്ക് പോണതും അതുപോലെ തന്നെ ഗാന്ധാരി അമ്മയുടെ ശാപം യദുകുലത്തിന് ലഭിക്കുന്നതും ഒക്കെയാണ് അവിടെ പറയുക. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മുൻപോട്ട് വരുമ്പോൾ അവിടെ പ്രഥമ സ്കന്ധത്തില് 10 ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ഭാഗവതത്തിന്റെ. സജ്ജം, വിസർജം, സ്ഥാനം, പോഷണം, മൂതി, മന്വന്തരം, ഈശാനികത, നിരോധം, മുക്തി, ആശ്രയം എന്ന് പറയുന്ന 10 ലക്ഷണങ്ങളാണ് ഭാഗവതത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇത് മഹാപുരാണം എന്നറിയപ്പെടുന്നത്. 10 ലക്ഷണങ്ങളുള്ളത് മഹാപുരാണമാണ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മുൻപോട്ട് വന്ന് തൃതീയ സ്കന്ധത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ ഭഗവാന്റെ വരാഹാവതാരത്തെ കുറിച്ച് കീർത്തിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഭാഗവതം ഒരു ഈശ്വരാന്വേഷിക്ക് യാത്ര ചെയ്യാനുള്ള വഴിയെ കാട്ടി തരുന്ന ഗൈഡാണ്, അല്ലെങ്കിൽ ഒരു ഗുരുനാഥനാണ് ഭഗവാൻ ഭാഗവതയിലൂടെയാണ് കുടികൊള്ളുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു മനുഷ്യൻ ഈശ്വരാന്വേഷിയായിട്ട് പോകുമ്പം അവിടെ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഹിരണ്യാക്ഷനെ കൊല്ലണം. ഹിരണ്യാക്ഷ നിഗ്രഹം ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആരാ ഹിരണ്യാക്ഷൻ? ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത് അസുര വിഭാഗത്തിൽപ്പെട്ട ആളാ അല്ലേ? നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പെടും? നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പെടും? നിങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പെടും? APL ആണോ VPL ആണോ അല്ലേ ചോദിച്ചത്? ഏത് ഡിപ്പാർട്ട്മെന്റ്? അസുരനാണോ, ദേവനാണോ, മനുഷ്യനാണോ, അതോ രാക്ഷസനാണോ? മനുഷ്യരാണ്. പക്ഷെ നമ്മൾ അസുരന്മാരാണ്. എന്താ കാരണം? ഇന്ദ്രിയ വിഷയങ്ങളിൽ സുഖം കണ്ടെത്തുന്നവനുണ്ടെങ്കിൽ അവന്റെ പേര് അസുരൻ. അസുക്കളിൽ ജനിക്കുന്നവനാരോ അവൻ അസുരനാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിൽ പെടൂലേ? ഉണ്ടോ? വിശേഷണത്തിലല്ലേ നമ്മളെല്ലാം വായനേ ആണോ അല്ലേ? ഇല്ലേ? അപ്പൊ എന്തായാലും ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന സ്വരൂപം, അതായത് ആദ്യത്തെ ആസുരീ ഭാവത്തെ ഇല്ലാതാക്കുക. അതായത് നമ്മുടെ ഉള്ളിലുള്ള എന്റെ എന്ന ഭാവമാണ് ഈ ഹിരണ്യാക്ഷൻ എന്നതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കാണുന്നതെല്ലാം എന്റേതാക്കണം, അല്ലെ എന്ത് കണ്ടാലും അത് എനിക്ക് വേണം എന്നൊക്കെ ഉള്ളിലൊരു ചിന്ത ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ആളിന്റെ പേരാണ് ഏത്? ഹിരണ്യാക്ഷൻ. നമുക്കങ്ങനെ തോന്നാറുണ്ടോ? ആരുടെയും വീട്ടിൽ എന്തെങ്കിലും ഇരിക്കുന്നത് കാണുമ്പോ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് ഇല്ലേ? നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത സാധനം അയ്യോ ഇത് എവിടെ നിന്നായിരുന്നു, ദൈവമേ എന്തോ രസമാണ്. ഇന്നാള് ഞാനിങ്ങനെ തപ്പി നടക്കുമായിരുന്നു കേട്ടോ. കേൾക്കുന്നവൻ അപ്പോഴേ അറിയാം ഇത് അടിച്ചുകൊണ്ട് പോകാനുള്ള പണിയാ, എടുത്താൽ കൊടുക്കാൻ ശല്യം ഒഴിവായി കിട്ടുമെന്ന് പറഞ്ഞ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത്. അതോടൊപ്പം സ്വർണത്തില് അല്ലെങ്കിൽ അർത്ഥത്തിനോട് താല്പര്യം ഉണ്ടെങ്കിൽ, ധനത്തിനോടോ സ്വർണത്തിനോടോ ഭൂമിയോടോ ഒക്കെ അമിതമായ ആവേശം തോന്നുന്നുണ്ടെങ്കിൽ, വല്ലവന്റെയൊക്കെ അതിര് മാറുന്നുണ്ടെങ്കിൽ അവന്റെ പേരും മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ചിന്തിച്ചാൽ പോലെ ഇനി ഞാൻ അതിനകത്ത് വല്ലതും പെട്ടതാണോന്ന് അല്ലേ? ഇപ്പോഴല്ലേ മതിലൊക്കെ ഉണ്ടായേ, പണ്ട് കാലത്ത് എന്തുമാത്രം നമ്മൾ മാന്തിയതാ അല്ലേ? പിന്നെ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ആസരീ ഭാവം ഉള്ളിൽ ഉണ്ടാവാതെ നോക്കണം. എന്റെ എന്ന ഭാവം എപ്പോഴും ഈശ്വര സാക്ഷാത്കാരത്തിന് വിഘാതമായി ഭവിക്കും. അതുകൊണ്ട് ആദ്യം ഉപേക്ഷിക്കേണ്ടത് എന്റെ എന്ന ഭാവം. അവിടെയാണ് നമ്മളെല്ലാം തകരുന്നത് അല്ലേ? എന്റെ, ഇത് എന്റേത്, നിനക്ക് യാതൊരു വിധമായ അവകാശവും ഇല്ല എന്ന് മേനി നടിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹിരണ്യാക്ഷൻ എന്ന ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്റെ എന്ന ഭാവം
അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ കപില വാസുദേവൻ തന്റെ അമ്മയായ ദേവഹൂതിക്ക്, ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞ കഥയായതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് ഓടിപ്പോയത്, ദേവഹൂതിയായ അമ്മയ്ക്ക് ആത്മജ്ഞാനോപദേശം കൊടുക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി എന്താണ് വേണ്ടത് എന്ന പുത്രനോടുള്ള ചോദ്യത്തിന് പുത്രൻ മറുപടി കൊടുക്കുന്നു, അമ്മയെ സത്സംഗമാണ് ഏറ്റവും ശ്രേഷ്ഠം. സത്സംഗത്തിൽ കൂടി മാത്രമേ മുക്തിക്കുള്ള വഴി തെളിയൂ. സത്സംഗികളുമായിട്ടാവണം നമ്മുടെ ബന്ധം. ഒരിക്കലും ഭൗതികമായ വിഷയങ്ങളിലൂടെ ആസക്തി ഉണ്ടാവാൻ പാടില്ല. നമുക്കൊക്കെ ഭൗതികമായ വിഷയങ്ങളോടാണ് ആസക്തി. അതുകൊണ്ടൊന്നും നമുക്ക് എന്തും കിട്ടുന്നില്ല, സത്സംഗങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് പറഞ്ഞ സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? സത്സംഗമാണ്. ഇതുപോലെ നടക്കുന്ന കർമ്മങ്ങളൊക്കെ സത്സംഗമാണ്. ആ സത്സംഗത്തിൽ നമുക്ക് ഇച്ചിരി നേരെ ഇരിക്കാൻ മടിയാണ്. പക്ഷേ രണ്ടുപേരും കൂടി ഇരുന്ന് വല്ലവരുടെയും കാര്യങ്ങളൊന്ന് പറയാനിരിക്കട്ടെ, സമയം പോന്നെ അറിയുമോ? നമ്മൾ വാച്ച് നോക്കുവോ? എല്ലാം കേട്ട ചോറ്, അയ്യോ ഇത്രയും നേരമായോ ദൈവമേ, അറിഞ്ഞോ പോലും ഇല്ല കേട്ടോ. എത്ര പെട്ടെന്നാ നേരം പോയത് നമ്മള് ഇല്ലേ? ബാക്കി നാളെ പറയാടി, ഞാനങ്ങ് പോവാ ഇല്ലേ എന്നും പറഞ്ഞ് നമ്മളങ്ങ് പോകും ഇല്ലേ? ശരിയല്ലേ? പക്ഷെ ഈശ്വരീയമായ കഥകൾ കേൾക്കാനോ നമുക്ക് നേരെയില്ല. സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ നേരെയില്ല. എന്താ കാരണം? എന്തൊക്കെയോ വേണ്ടി ഓടുക. നമ്മള് എന്ത് നേടാനാന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മൾ ഓട്ടടോ ഓട്ടോ, അവസാനം വന്ന ഒരു വീഴ്ച വീഴും ഇല്ലേ? ശരീരത്തിനാവതില്ലാതെ ഇപ്പം എന്താ പറയുക, ആരോഗ്യമുള്ളത് കൊണ്ട് നമ്മൾ ഓടി നടന്ന് കാശുണ്ടാക്കുക. എത്രമാത്രം വാരി കൂട്ടാമോ അത്രമാത്രം നമ്മൾ വാരി കൂട്ടും, എല്ലാം ഉണ്ടാക്കി അവിടെ വെക്കും. അവസാനം എന്ത് പറ്റും? ഈ കാശ് കൊടുത്തു വെച്ച് എന്തോ ചെയ്യും? ആരോഗ്യം നിലനിർത്താൻ നടക്കും. ഇപ്പൊ അതല്ലേ പണി. കഞ്ഞിയേക്കാൾ കൂടുതൽ തിന്നുന്നത് എന്തോന്നാണ്? ആ ഗുളികയാ ഇല്ലേ? ഒരു ഉരുള ചോറുണ്ടാല് 4 കൈ വേണം ഗുളിക. എന്താ പറ്റി? പ്രത്യേകിച്ച് ഇനി പറ്റാന്ന് എല്ലാം ഉണ്ട് സാധനം. നമുക്കുണ്ടോ? ആരോഗ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് നടക്കുമോ? എപ്പോഴാ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോ അങ്ങനെ അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതൊക്കെ സമ്പാദിച്ചു വെച്ചാലും അനുഭവിക്കണമെങ്കിൽ ഒരു ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവണം. എന്തെല്ലാം ഇപ്പൊ ആലോചിച്ചു. ഇപ്പൊ എത്രയോ പേർക്കാ വലിയ വീട്, 2 നില വീട്, കാറുണ്ട്, ബാങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ട്. പക്ഷെ ചാപ്പാട് കൊണ്ടു കൊണ്ട് വെച്ചാ എന്തോ പറ്റും? ഇങ്ങനെ ഇരിക്കാനേ പറ്റും. എന്താ കാരണം? എന്നാ ഒരാൾക്കൂടെ ഒരു നേരത്തെ അന്നം നമ്മൾ കൊടുക്കുവോ? 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 നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് വേണ്ടെങ്കിൽ പോലും നമ്മൾ ഒരാൾക്കൊരു വക കൊടുക്കില്ല. നല്ല കാര്യമുണ്ടെങ്കിൽ ഓടി നടന്നുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ പറഞ്ഞില്ലേ, ഇന്ന് മധ്യാഹ്നത്തെ പറഞ്ഞില്ലേ, സുഖം എപ്പോഴും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. ഒന്നുമില്ലാതെയാകുമ്പോൾ ബുദ്ധി പോലും കെട്ടുപോകണമെന്നാണ്. വൃത്തി കെട്ടവനാവണം. വൃത്തി കെട്ടവനാവണം. വൃത്തി കെട്ടവനാകുമ്പോ അവൻ ആനന്ദം ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഉടുക്കുന്ന തുണി വൃത്തിയുള്ളത് ഉടുക്കലെന്നല്ല ഞാൻ പറഞ്ഞു നിർത്തും. കുളിക്കാതെ നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞു നിർത്തും. പ്രവൃത്തികൾ എപ്പോഴാണോ ഇല്ലാതെയാവണത്, അല്ലെ പ്രവർത്തിക്കാൻ ഇനി ഒന്നും ഇല്ല എന്ന അവസ്ഥ എപ്പോ ഉണ്ടാകുന്നു, അപ്പൊ ആനന്ദമായിരുന്നു. അതാണ് വൃത്തി കെടുക. പ്രവൃത്തി ഒന്നും എല്ലാം കെട്ടറ്റ് പോവുക. ഒരിതും ഇനി ചെയ്യാനില്ല എന്ന അവസ്ഥയിലെത്തുക. നമുക്കൊക്കെ എന്തെല്ലാം ചെയ്യേണ്ടത് നമുക്ക് തന്നെ നിശ്ചയിക്കാം. ഉണ്ടോ? നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചാൽ വല്ല പിടിയുണ്ട്. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്? ഒരു പിടിയില്ലേ. വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, കുറെ തിന്നുക, കുറെ ഉറങ്ങുക, കുറെ പിന്നെ ഇപ്പൊ പിന്നെ സന്തതികളൊക്കെ 1:30-1:45 ഉള്ളൂ അല്ലേ? ഇതൊക്കെ നല്ല 10ഉം 12ഉം ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഇപ്പം എണ്ണത്തിനെ കിട്ടിയാ ഭാഗ്യം. അതിനെ എവിടെങ്കിലും കൊണ്ട് തള്ളിയേക്കും. ആഞ്ചി ഏൽപ്പിക്കും, അല്ലെ ആയെ ഏൽപ്പിക്കും, കൊടുത്തിട്ട് നമ്മൾ വണ്ടി വരും. അതുപോലെ ഇപ്പൊ നമുക്ക് വയ്യ. ശരീരം അല്ലെങ്കിൽ ഒരു പണി ചെയ്യാൻ നമുക്ക് വയ്യാവോ? ഉണ്ടോ?
ഇനി ഞാൻ സർവേശ്വരി മുന്നിലേക്ക് ഇരിക്കുന്ന കാണണം. സ്വാമി കസാരയെ ടെസ്റ്റ് വിടാൻ ഞങ്ങൾ വരാനാ. എന്താ കാര്യം? നിരത്തിരുന്നാ പിന്നെ പൊങ്ങത്തില്ല സ്വാമി. ശരീരം ഇറങ്ങി പണിയണേ. ഇവിടൊക്കെ പിന്നെ ശരീരം ഇറങ്ങി പണിയുന്നവരായിരിക്കുള്ളൂ അല്ലേ? പറമ്പിലൊക്കെ ഇറങ്ങി കൃഷിയൊക്കെ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ ഇവിടെയൊക്കെ പോയ ശരീരം അനങ്ങത്തേ ഇല്ല. എന്നിട്ട് വെളുപ്പാങ്കാലം ഒരു 6 മണിയൊക്കെ ആകുമ്പോ ഇങ്ങനെ പോവാ, കയ്യിലൊരു വടിയും കാണും. എന്തൊക്കെ ഡോക്ടർ പറഞ്ഞു, നടന്നോളാം, കൊളസ്ട്രോളാ, എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയ 4 മണിയും പിടിച്ച് 1 കിലോ ഏത്തക്കായും കഴിഞ്ഞ് 1 ലിറ്റർ പാലും കുടിക്കും. ഓടിയൊക്കെ ക്ഷീണം എന്നാണ്. മനസ്സിലായില്ലേ? കാരണം നടുവ് കുനിഞ്ഞൊരു പണിയില്ല. മുറ്റത്ത് വെക്കണം. ഇപ്പം വേണ്ട, 4 അടി നീളമുള്ള ഭാര്യയ്ക്ക് 6 അടി ചൂല ഭർത്താവ് കൊടുക്കുന്നത്. ഇതൊരു വലിയ ആ വലിയ ഇല്ലേ? അമ്മിക്കല്ലിൽ ഒരു വഴി അരച്ച് കൈയുടെ ആയാസം ഉണ്ടോ? ജിമ്മിലൊന്നും പോകണ്ട, അമ്മിക്കല്ലിൽ അരച്ചാല്. പണ്ട് കാലത്ത് അമ്മമാരൊക്കെ എന്ത് ആരോഗ്യവതിയാണ് അതല്ലേ? കൈ നിലത്തെണ്ണ തരാമെങ്കിൽ 4-ാം ദിവസം നോക്കുക. എന്താണ്? അവരുടെ കൈക്ക് നല്ല ബലം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും തോളുവേദനയുള്ളതായിട്ട് വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? ഇന്നോ വെക്കാൻ വയ്യതാണ് ഇത്രേ ഒന്നും അന്ന് കൈ അറിഞ്ഞതില്ല. കാരണം മിഷ്ടി ഉണ്ട്, ഗ്രൈൻഡറും ഉണ്ട്. അതിനകത്ത് വെച്ചാൽ അടിച്ച് കൈ കിട്ടി, പിന്നെ ഒന്നും അറിയണ്ട. പിന്നെ കൈ ഇറക്കി തുണി അടിക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്തോന്നാ? വാസ്കിംഗ് മെസ്കീനാ. അതിനകത്തോട്ട് 4 വാഹ കഴിയുമ്പോ ചെളി പോകത്തില്ല. എന്നാലും 4 വാഹ കഴിയുമ്പോ അത് മുക്കിയെടുത്ത് അവിടെ കൊണ്ടിടും. ഇല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞേ? പിന്നെ എവിടെ ശരീരം അനങ്ങുന്നത്? പിന്നെ അകപ്പാടെ അനങ്ങുന്നത് വായ അല്ലെ? ഒന്നി വല്ലവന്റെ കുറ്റം പറയാൻ അല്ലെങ്കിൽ ശാപ്പാടടിക്കാൻ. ഇത് രണ്ടിനും വാ മാത്രമേ അനങ്ങുന്നുള്ളൂ. അല്ലാതെ വല്ലതും നമ്മുടെ ശരീരത്തിൽ എന്താ? എന്നിട്ട് എഴുന്നേക്കുന്നുണ്ടേ എന്ന് പറഞ്ഞാ എഴുന്നേക്കുന്നേ. ശരിയാണോ ഞാൻ പറയണേ? നമ്മുടെ ജീവിതം നമ്മളായിട്ട് ഇല്ലാതാക്കി. പണ്ട് കാലത്ത് സന്ധ്യാനേരത്ത് നിലവിളക്ക് കൊടുത്ത് അച്ഛൻ വരത്തില്ല. അച്ഛൻ വന്നായ നിന്നയിഹ 2-3 കണ്ട നിഹ എന്ന് പറഞ്ഞ 7-8 മണിയാകുമ്പോ വരും ഇല്ലേ? ശരി. അമ്മയും മക്കളും എല്ലാം, അമ്മുമ്മയും കൊച്ചുമക്കളും എല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് വിളക്ക് വെച്ചിട്ട് എന്തോ ചോദിക്കുമായിരുന്നു? രാമ 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 രാമ. ഇപ്പൊ എത്ര രാമ രാമ ജപിക്കും? ഇപ്പൊ ജപിക്കുന്ന മുഴുവൻ ടിവിയാണ് അല്ലേ? അതിനെന്ത് പറ്റി? വീട്ടിൽ സമാധാനമില്ല, ശാന്തിയില്ല, സ്വസ്ഥതയില്ല, ഒന്നിനൊന്നിന്റെ മുഖത്തൊക്കെ ഉടനെ കുന്തം കൊണ്ട് നിൽക്കുക. ഇപ്പൊ തീർത്ത് കളയെന്നും പറഞ്ഞു. ശരിയല്ലേ? എന്നിട്ട് പറയുന്നതോ എന്തെല്ലാം ചെയ്തിട്ട് സ്വാമി ഒരു സനാമാനവും ഇല്ല. എന്താ സനാമാനം ഇല്ലാത്ത? സന്ധ്യക്ക് വിളക്ക് കൊടുത്തിരുന്ന എല്ലാവരും കുത്തിയിരുന്ന് നാമം ജപിക്കണം. മനസ്സിലായില്ലേ? മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ വിളിച്ചിട്ടുണ്ട്. മക്കളെ ഒന്നും വിളിച്ചാൽ വരത്തില്ല സ്വാമി, എല്ലാം തിരിഞ്ഞു പോയെന്നാ. എന്തോന്ന്? തലയെ തിരിഞ്ഞു പോയെന്ന്. കുഞ്ഞുനാളിലെ ശീലിപ്പിക്കണം നാമം ചോദിക്കാൻ. അതിന്റെ നമുക്ക് നേരമുണ്ട്. ഇത് കത്തിച്ച് വെച്ചു വേണം അങ്ങോട്ട് അവിടെ വണ്ടി വെച്ച് എല്ലൊക്കെ കുത്തിയിരുന്നൊന്ന് കാണാൻ. മനസ്സിലാവുന്നുണ്ടോ പറയണേ? നിങ്ങളെ കുറിച്ച് കുറ്റമൊന്നും പറയുന്നല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തെ ഇത്രമാത്രം അസ്വസ്ഥമാക്കിയത് അതാണ്. നമ്മുടെ ഒന്നാമത്തെ ഒരു എന്താ പറയാ, ഒന്നിച്ചിരുന്നുള്ള ആ ഒരു നാമജപം തന്നെ നമ്മുടെ ഗൃഹങ്ങളിൽ ഏറ്റവും വലിയ. ഇനി ഒന്നും വേണ്ട. നിങ്ങൾ ഈ ശനിയാഴ്ച ദിവസം ഇവിടെ മണികണ്ഠന്റെ മുമ്പിൽ വന്നിരുന്ന് എല്ലാവരും കൂടെ നാമം ജപിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എന്തൊരു ശുഭ മത്സരമില്ലേ? ആണോ അല്ലേ? അപ്പൊ വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് നാമം ജപിച്ച എന്തായിരിക്കും സുഖം? ആ ഒരു ഗുണഫലം നമ്മുടെ ഗൃഹത്തിൽ കിട്ടില്ലേ? നമുക്കും ഉണ്ടാവില്ലേ? ചെയ്യുവോ? ഇപ്പോഴത്തെ പിള്ളേരോടൊന്ന് നാമം ജപിക്കാൻ ഒരു പാട്ട് പാടാൻ പറഞ്ഞ് അവരാദ്യം എന്തോ പാടും? ഡാഡി മമ്മി വീട്ടിലില്ല. അല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം ഒരു ഭക്തിഗാനോ ഒരു സന്ധ്യാനാമോ ജപിക്കുമോ? ജപിക്കത്തില്ല, അറിയത്തില്ല. നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ അധപ്പതനം ഉണ്ടായത് മുഴുവൻ. എന്ന് നമ്മുടെ ഗൃഹങ്ങളിലെ ഒന്നിച്ചിരുന്നുള്ള സന്ധ്യാനാമജപം ഇല്ലാതെയാക്കിയോ അന്ന് തുടങ്ങിയ നമ്മുടെ കുടുംബത്ത് അസ്വസ്ഥതയും സമാധാനമില്ലായ്മയും. ഇനിയെങ്കിലും അത് പുനരാരംഭിക്കുക. ജീവിതത്തിന് ശാന്തിയും സമാധാനവും വേണമെങ്കിൽ ഈശ്വരനാമം ജപിച്ചു മനസ്സിനെ ബലപ്പെടുത്തിയെടുക്കല്ല ഒരു നിവർത്തിയില്ല. എന്താ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഒന്ന് കേട്ട് രണ്ടാമത്തേന് പോയി ജീവൻ എടുക്കുന്നത്?
പണ്ടുകാലത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അങ്ങനെ പോയി ജീവൻ എടുക്കുമായിരുന്നോ? കാരണം മനസ്സിന് യാതൊരുവിധ കരുത്തുമില്ല. ആ കരുത്ത് പകരുന്നത് ഈശ്വര നാമജപമാണ്. ഞാനൊക്കെ പറയാറുണ്ട്, അത്താഴം കഴിക്കാൻ വേണ്ടി രാമനാമം ജപിച്ചു തുടങ്ങിയതാ ഞാൻ. നല്ല പട്ടിണിയാണ്. രാവിലെ ഇല്ല, ഉച്ചയ്ക്ക് ഇനി അത്താഴ പട്ടിണി ഇവിടെ കിടക്കാൻ വയ്യാത്തത് കൊണ്ട് അവിടെ കുത്തിയിരുന്ന് നാമം ജപിക്കാറുണ്ട്. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ അതിന്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. മനസ്സിലാവുന്ന എന്താ പറയുന്നത്? അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചിട്ട് സന്ധ്യാവേളയ്ക്ക് വേറെ ഒന്നും നോക്കാൻ, എന്ത് തലകുത്തി മറിയുന്ന പ്രശ്നമാണെങ്കിലും വിലവിളക്ക് കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് അവിടെ ഇരുത്തി നാമം ജപിപ്പിച്ച് ശീലിക്കണം. അതൊരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു അധോഗതി ഉണ്ടാക്കില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം, ഇനി ഇടയ്ക്കെങ്ങാനും അഥവാ തലതിരിഞ്ഞു പോയാലും പിന്നെ വട്ടം കറങ്ങി നേരെ ചൊവ്വയായി വരും. അതിന് വലിയൊരു ഉദാഹരണമാണ് ഞാൻ. ആ കുഞ്ഞുനാളിൽ ജപിച്ച നാമജപത്തിന്റെ ഫലമാണ്. നിങ്ങൾ ഭാഗവതമൊന്നും അല്ല കേട്ടത്, ഇതൊക്കെ ആദ്യം ശീലിക്കുക. ആദ്യം കുടുംബത്തിലെ ഒരു എല്ലാവരും കൂടെ, എത്ര വീട്ടിലുണ്ട് എല്ലാവരും കൂടെ കുത്തിയിരുന്ന് ആഹാരം കഴിക്കണേ? ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന വീട്ടിൽ അമ്മമാരെ പോയി ഒപ്പിക്കുന്നുണ്ടെന്ന് നീ അവിടെ ഇവിടെ നോക്കിയിട്ട് വെക്കണ്ട. അവിടെ നോക്കിയപ്പോ ഞാൻ വെക്കാതെ എങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട. എന്താ പറ്റാത്തെ? അമ്മയും മക്കളും അച്ഛനും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കാൻ നമുക്ക് കഴിയുണ്ടോ ഒരു നേരമെങ്കിലും? പിന്നെ എവിടെയാണ് ഈ ഐക്യം ഉണ്ടാവുന്നത്? ഐകമത്യ സുഖത അർച്ചന നടത്തിയോണ്ടായോ? ആയോ? എന്നിട്ട് ദിവസവും നടക്കുക തിരുമേനി ഒരു ഐകമത്യം, ഒരൈക്യം ഉണ്ടാവാൻ പോകുന്നില്ല. വീട്ടിൽ കുത്തിയിരുന്ന് വേദന ചെയ്യാത്ത കാര്യമൊന്നും. അത് നമ്മുടെ ജീവിതം നമ്മൾ ഐക്യപ്പെടുത്താൻ നോക്കുക. ചേട്ടനെ പ്രതീക്ഷിക്കണ്ട, 99% വരത്തില്ല, എനിക്കറിയാം. അതുകൊണ്ട് ആദ്യം ജീവിതത്തെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നേ. ഇതിനൊക്കെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ സത്വരാഹിത്യം? കുറെ കിട്ടൻ അതുവഴി ഓടി, കിട്ടൻ ഇതുവഴി ഓടി, കിട്ടൻ കട്ടോണ്ട് പോയി, കിട്ടൻ തട്ടിക്കളഞ്ഞു എന്നൊക്കെ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? കിട്ടൻ തട്ടിയാലെന്തോ, തട്ടിപ്പോയാലെന്തോ, നമുക്കെന്താ പ്രയോജനം? വല്ല ഉണ്ടോ? ഉണ്ടോ? കിട്ടൻ എതുവഴി പോയാലും നമുക്ക് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ എതുവഴി പോകുന്നു നോക്കുക. അതിന് മുൻകൈ എടുക്കേണ്ടത് നിങ്ങൾ അമ്മമാരാണ്. അതുകൊണ്ട് നിങ്ങളെ നോക്കി തന്നെ പറയണത്. നിങ്ങൾ അമ്മമാരാണ്. വിഷത്തിന്റെ നെടുന്തൂണ് ഒടിച്ച് കളയരുത് നിങ്ങൾ ഒരിക്കലും. മക്കാനെ ചെരുപ്പ് വഴിയിട്ടിട്ട് ഓട്ടിപ്പോ പറഞ്ഞു വെച്ചു അങ്ങനെ. നിങ്ങൾ അമ്മമാരൊന്ന് സ്റ്റേണായാൽ പകുതി കുടുംബം സ്റ്റേണാവും. ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതിനാദ്യം കുടുംബം എന്താന്ന് അറിയണം. പറയും കുടുംബം ഇമ്പം ഉണ്ടാകുന്ന സ്വാമിയെ കുടുംബം. ഇപ്പൊ കുടുംബം കമ്പവാ. മുട്ടം കതിനായ ഒട്ടുന്ന വീട്ടിൽ. നമുക്കെവിടാ കുടുംബം ഇമ്പുള്ളത്? സഹോദരങ്ങൾ തമ്മിൽ ഒന്ന് കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുക്കുമോ? കൊടുക്കൂ. വഴിയെന്ന് കാണുമ്പോഴേ പറയും ഇന്നത്തെ കാര്യം ഏതാണ് എന്നും പറഞ്ഞാൽ നമ്മൾ കഴിക്കണ്ടേ, എത്ര കാലമായി കണ്ടിട്ട് എന്റെ പൊന്നേ എന്ന് പറഞ്ഞ് കെട്ടി പിടിച്ചു പറയാം. അങ്ങോട്ട് മാറുമ്പോ പറഞ്ഞു കൊല്ലണ്ട സാധനമായതൊക്കെ എനിക്ക് ഏതാണ്ട് അടിച്ചോട്ട് പോകാൻ വന്നതാ. ഇതല്ലേ നമ്മൾ പറയണേ. പിന്നെ എവിടാ നീ കുടുംബം ഇമ്പം? ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റുമോ ഭാര്യമാർക്ക്? പറ്റുന്നുണ്ടോ? ഭർത്താവ് ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ എവിടാ ഇമ്പം? ഭഗവാൻ തന്റെ ജീവിതത്തിൽ കാണിച്ചു എങ്ങനെ വേണം ജീവിക്കാൻ. നിങ്ങൾ നോക്കൂ, ഭഗവാന്റെ അവതാരം മുതല് ഭഗവാന്റെ സ്വധാമം വരെ ഭഗവാൻ കരഞ്ഞതായിട്ട് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എപ്പോഴെങ്കിലും ഭഗവാൻ കരഞ്ഞു കണ്ടിട്ടുണ്ടോ നമ്മള്?
അകപ്പാടെ കണ്ണീര് രണ്ടുള്ളി കണ്ണീര് നിറഞ്ഞ് കുചേലനെ കണ്ടപ്പെടാ അല്ലേ? അല്ലാതെ എവിടെയെങ്കിലും ഭഗവാൻ കരഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഭഗവാന്റെ കഥ കേൾക്കുന്ന നമ്മളെല്ലാം എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? കൂത്തിയിരുന്ന് കരയുക അല്ലേ? ആണല്ലേ? കരയാനുള്ളതല്ല ജീവിതം. മധ്യാഹ്നം പറഞ്ഞല്ലോ, കരയരുത്, എന്ത് വന്നാലും കരയരുത്. കരയാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, എല്ലാവരെയും പ്രേമിക്കുക. എല്ലാവരെയും പ്രേമിക്കുക. ഐ ലവ് യു എന്ന് ആരോടും പറയരുത്. അത് വേറെ സാധനമാണ്. അത് സ്നേഹമല്ല, പ്രേമമല്ല. പ്രേമം ഭഗവാനോട് ഉണ്ടാവേണ്ടത് പ്രേമമാണ്, ഭഗവാനോട് സ്നേഹമല്ല ഉണ്ടാവേണ്ടത്. കുടുംബത്തോട് തോന്നേണ്ടത് പ്രേമമാണ്, സ്നേഹമല്ല തോന്നേണ്ടത്. മക്കളോട് തോന്നേണ്ടത് പ്രേമമാണ്, ഒരിക്കലും സ്നേഹം തോന്നരുത്. സ്നേഹം തോന്നിയാൽ പ്രതീക്ഷകൾ ഉണ്ടാവും. പ്രേമിച്ചാൽ ഒരു പ്രതീക്ഷയില്ല. കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലേലും സന്തോഷം, നോക്കിയാലും സന്തോഷം, നോക്കിയില്ലേലും സന്തോഷം. പ്രേമം എവിടെയുണ്ടോ അവിടെ അടിസ്ഥാനമായി ആനന്ദം ഉണ്ടാവും. പ്രേമത്തിന് മാത്രമേ ആനന്ദം തരാൻ കഴിയൂ, സ്നേഹത്തിന് ഒരിക്കലും ആനന്ദം തരാൻ കഴിയില്ല. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാവരെയും പ്രേമിക്കുക. ആദ്യം തന്നെ പ്രേമിക്കാതെ ഭഗവാനെ പ്രേമിക്കുക, ബാക്കിയുള്ളവരെയും പ്രേമിച്ചു കൊടുക്കൂ. ജീവിതത്തിൽ ആനന്ദമായി. സ്നേഹമാണ് അഖില സാരമൂല്യം എന്ന് പറയും. ഞാൻ പറയും പ്രേമമാണ് വേണ്ടത്, സ്നേഹമല്ല. ഭഗവാൻ പഠിപ്പിച്ചു തരുന്നു. ഭഗവാൻ സർവരെയും പ്രേമിച്ചു. ഭഗവാൻ ആരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചോ? ഭഗവാനെ ഗോപികമാര് പ്രേമിച്ചു. ഭഗവാനോട് നിന്ന് എന്തെങ്കിലും അവർ പ്രതീക്ഷിച്ചോ? പ്രതീക്ഷകളില്ലാത്ത മനസ്സിന്റെ യാത്രായാണ് പ്രേമം. അവിടെ ധാര പോലെ ഒഴുകിപ്പോകണം. ഒരിക്കലും തടസ്സമുണ്ടാവാൻ പാടില്ല. കിട്ടിയില്ലെന്ന് വെച്ചാൽ ഒരിക്കലും അവിടെ ബ്ലോക്ക് ആവരുത്. സ്നേഹം എപ്പോഴും ഡിമാൻഡ്സും എഗ്രിമെന്റ്സും ഉണ്ടാവും സ്നേഹത്തിന്. എന്നെ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ സ്നേഹിക്കൂ. ശരിയല്ലേ? എന്നെ സ്നേഹിക്കാത്ത ഒരാളെ ഞാൻ സ്നേഹിക്കുമോ? ഇല്ല. അതേസമയം പ്രേമമാണെങ്കിലോ ആരുടെ ഒന്നും നോക്കണ്ട, ഞാൻ പ്രേമിച്ചുകൊണ്ടേയിരിക്കും. തിരിച്ചെന്നെ പ്രേമിക്കുന്നുണ്ടെന്ന് എനിക്ക് വിഷയമല്ല. കാരണം എനിക്ക് ഒന്നും അവരിൽ നിന്ന് നേടാൻ ഇല്ലാത്തത് കൊണ്ട്, ഒന്നും ആഗ്രഹിക്കാനില്ലാത്തത് കൊണ്ട് എനിക്ക് പ്രേമം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഭഗവാനോട് എപ്പോഴും തോന്നേണ്ട ഒരു വികാരം പ്രേമമാണ്, സ്നേഹമല്ല. ഞാൻ പറയും ഭഗവാനെ ഭയക്കാനുള്ളതല്ല, ഭഗവാനെ പ്രേമിക്കാനുള്ളതാണ്. ആ പ്രേമം ഉള്ളിന്റെ ഉള്ളിൽ തോന്നി തുടങ്ങിയോ, നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളെന്നല്ല, നമ്മൾ രക്ഷപ്പെട്ടു. ആദ്യം പഠിക്കേണ്ടതാണ് ഭഗവാനെ പ്രേമിക്കാൻ പഠിക്കുക. ഭഗവാനെ നീ എനിക്കൊന്നും തന്നില്ലെങ്കിലും ശരി, നീ എത്രമാത്രം എന്നെ സങ്കടപ്പെടുത്തിയാലും ശരി, ഞാൻ നിന്നെ വിട്ടിട്ടൊരു യാത്ര വേറെയില്ല. മണികണ്ഠന്റെ വാദമല്ലാതെ എനിക്ക് വേറൊന്നും ഈ ഭൂമിയിൽ വേണ്ടതായിട്ടില്ല. ഇനി നീ എന്നെക്കാതെ എന്നെ നീ അങ്ങോട്ട് ഏറ്റില്ലെങ്കിലും ശരി, നിന്നെ വിട്ടെനിക്ക് വേറൊരു ജീവിതമില്ല എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ബാക്കി എല്ലാവരും വിട്ടുപോകും. പക്ഷെ ഭഗവാൻ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. ഇഹത്തിലും പരത്തിലും നമ്മുടെ കൂടെ ആരുണ്ടാവും? ഭഗവാനേ ഉള്ളൂ. ബാക്കിയെല്ലാം ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം കാശുള്ളപ്പോഴും ഇനി അങ്ങേ അറ്റം പോയാൽ ശ്മശാനത്തിന്റെ അടുത്ത് വരെ വരും, ആരും കൂടെ കാണില്ല. ഭഗവാൻ മാത്രമേ കൂടെ കാണൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ പ്രേമിച്ചു തുടങ്ങാം. ആ പ്രേമത്തിന്റെ ആനന്ദ ലഹരിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴല്ലോ പിന്നെ ഒന്നും നമുക്ക് വേണമെന്ന് തന്നെ തോന്നില്ല. ഒരു ഭൗതിക സുഖത്തോടും യാതൊരുവിധ മോഹവും നമുക്ക് ഉണ്ടാവില്ല. മോഹം ക്ഷയിക്കും. ഭഗവാനിലേക്ക് മനസ്സ് ലയിച്ചാൽ പിന്നെ അവിടെ വേറൊന്നും നമുക്ക് വേണമെന്ന് തോന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ലക്ഷ്യമിടേണ്ടത് പ്രേമം. ആ പ്രേമം ഉള്ളില് സായിബാബയൊക്കെ പറഞ്ഞെന്താ? സ്നേഹിക്കാനുള്ള പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഗുരുക്കന്മാരൊന്നും സ്നേഹിക്കാൻ പറഞ്ഞിട്ടില്ല, എല്ലാവരും കണ്ടത് പ്രേമിക്കാനാണ് അല്ലേ? ആ പ്രേമം ഉള്ളിൽ ഉണ്ടാവുമ്പോ അറിയാതെ ഉള്ളിൽ ആനന്ദം ഉണ്ടാവും എന്നും പറഞ്ഞ് ഞാൻ അവനെ പ്രേമിച്ചതാകുമ്പോ 2-3 കൊല്ലം, അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ അങ്ങ് പോവാ ചേട്ടാന്ന് പറഞ്ഞ് പോകരുത്, അല്ലെ പോവാടി എന്ന് പറഞ്ഞ് പോകരുത്. അതല്ല പ്രേമം. ഒളിച്ചോട്ടമോ മറ്റൊരുത്തനെ കണ്ടെത്തലോ അല്ല പ്രേമം.
ഉള്ള ജീവിതത്തിൽ സുഖത്തെ കണ്ടെത്തലാണ് പ്രേമം, ആനന്ദത്തെ കണ്ടെത്തലാണ് പ്രേമം. എത്ര സാമ്പത്തികമില്ലെങ്കിലും ഒരു നേരമേ കഴിക്കാനുള്ളൂവെങ്കിലും പ്രേമമുണ്ടെങ്കിൽ അവിടെ ശാന്തി ഉണ്ടാവും, സമാധാനമുണ്ടാവും, ഐക്യമുണ്ടാവും. ആ പ്രേമമില്ലാത്തടത്താണ് അങ്ങേര് പോരാ അല്ലെ അവള് പോരാ എന്ന് തോന്നി ഇട്ടിട്ട് പോകുന്നത്. എപ്പോ നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയോട് അകൽച്ച തോന്നുന്നു, അതിനർത്ഥം നമുക്കൊരിക്കലും അവരെ ഇന്നുവരെ പ്രേമിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അവരിൽ നിന്ന് കിട്ടുന്ന സുഖം മാത്രം നോക്കിക്കൊണ്ട് നമ്മളെ അടുത്തതാണ്. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ പ്രേമമില്ലാത്തത്. ഒരിക്കലും മനസ്സുകൊണ്ട് നമുക്ക് ഐക്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം. അവരിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങളല്ല പ്രേമത്തിന്റെ അടിസ്ഥാനം. ആ പ്രേമം ആനന്ദ ലഹരിയാണ്. ആ ലഹരിയിൽ ആറാടുമ്പോൾ മനസ്സിൽ ആനന്ദവും സന്തോഷമുണ്ടാവും, കാണുന്നതിൽ തൃപ്തി ഉണ്ടാവും, കിട്ടുന്നതിൽ തൃപ്തി ഉണ്ടാവും. ആ തൃപ്തിയിൽ നമ്മൾ മുഴുകിപ്പോകും. മറ്റൊന്നും നമുക്ക് വേണം എന്ന് തോന്നില്ല. കുടുംബത്തോടുണ്ടാവേണ്ടത് പ്രേമമാണ്. അവിടെ ബാലൻസ് നോക്കിയിട്ടോ വസ്തുവിന്റെ മകൻ നോക്കിയിട്ടോ സ്വത്ത് നോക്കിയിട്ടോ അല്ല പ്രേമിക്കേണ്ടത്. ഹൃദയം കൊണ്ട് രമിപ്പിച്ചു നിർത്തണം. എന്ത് ചെയ്താലും ഇപ്പൊ നമ്മളൊക്കെ കാണും ഇല്ലേ, ഒരു ലവ് ചിഹ്നം കൊടുത്തിട്ട് ഒരു ബ്രേക്ക് ഇല്ലേ, എന്ത് പറ്റി? ബ്രേക്ക് അപ്പായെന്ന്. ഇന്നലെ വരെ ലബ്ബായിരുന്നു, ഇപ്പം ബ്രേക്ക് അപ്പായി. എന്താ കാരണം? ഹൃദയങ്ങൾ തമ്മിൽ ലയിച്ചിട്ടില്ലാത്തതുകൊണ്ട്. ആ ഹൃദയം ലയിച്ചിടത്ത് ഒരിക്കലും ബ്രേക്ക് അപ്പാവില്ല, ബ്രേക്ക് ഡൗൺ തന്നെയായിരിക്കും. അത് ചേർന്ന് തന്നെ നിൽക്കണം. ഹൃദയവും തമ്മിൽ ലഭിക്കണം, ലയിക്കണം. അതിലാണ് സുഖം, അതിലാണ് ആനന്ദം. കിട്ടുന്നുണ്ടോ? സ്വാമി, ഈ പ്രായത്തിൽ ഇനി ഞങ്ങൾ പ്രേമിക്കാൻ പോകണം? പ്രായം ഒരു വിഷയമല്ല പ്രേമത്തിന്. ഭഗവാനെ പ്രേമിച്ചത് ആരും പ്രായം നോക്കിയിട്ടല്ല, ആണോ? ഗോപികമാരൊക്കെ വിവിധങ്ങളായ പ്രായങ്ങളിലുള്ളവരാണ് ഭഗവാനെ പ്രേമിച്ചത് മുഴുവൻ. അവർക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഭഗവാനെ ഞങ്ങൾക്ക് പതിയായി കിട്ടണം, ഭർത്താവായി കിട്ടണമെന്നല്ല, പതിയായി കിട്ടണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ആ ഗോപികമാര് മുഴുവൻ ഭഗവാനെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതല്ലേ, ഭഗവാനെ പ്രേമിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റി? ഭഗവാനോടൊപ്പം അവർക്ക് രമിക്കാനായിട്ട് സാധിച്ചു. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇനി ഒന്നും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു. പരമമായ ആനന്ദത്തിൽ മുഴുകാൻ സാധിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഭഗവാനെ പ്രേമിക്കുക. ഒന്നും ആവശ്യപ്പെടണ്ട. നമ്മൾ പ്രേമിച്ചു തുടങ്ങിയാൽ ഭഗവാൻ അറിഞ്ഞു തരും, അറിഞ്ഞു തരും. നമുക്കെന്ത് വേണമെന്നുള്ളത് ആർക്കറിയാം? ഭഗവാൻ അറിയാം. ഇല്ലേ? ഈ ജഗത്ത് മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ അറിയില്ലേ നമുക്ക് എന്താ വേണ്ടതെന്ന്? അങ്ങനല്ലേ? മലർന്നു കിടക്കുന്ന കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ അമ്മ ഓടിയെത്തും, ഇല്ലേ? കുഞ്ഞു പറഞ്ഞോ, വിളിച്ചോ അമ്മയെന്ന്? ഇല്ല. എന്തിനാ കരഞ്ഞതെന്ന് അമ്മ എങ്ങനെയാ മനസ്സിലാക്കണത്? ഇപ്പോഴത്തെ അമ്മമാരെ മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ കൊച്ചിനെ വല്ലതും കടിച്ചേച്ച് കരഞ്ഞാലും അപ്പൊ ഇട്ടേച്ച് കരഞ്ഞാലും വിശന്നിട്ട് കരഞ്ഞാലും എല്ലാം ഒറ്റ ഉപാധിയേ ഉള്ളൂ. ഒരെണ്ണം അങ്ങോട്ട് മുത്തി വെച്ചു കൊടുക്കും വായിക്കാത്തോട്ട്. എന്തോന്നാ? ആ കുപ്പി ഒരെണ്ണം വെച്ചു കൊടുക്കണം, പിന്നെ കൊച്ചു മിണ്ടത്തില്ല. പണ്ടമ്മമാരല്ല, കുഞ്ഞ് കരയുന്ന കരച്ചിൽ കേട്ടാ അറിയാം എന്തിനാണെന്നല്ലേ. ആ കരച്ചിൽ കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് ഉടനെ എന്ത് ചെയ്യും? അന്ന് തുണി അത് ഉടനെ എടുത്തു മാറ്റും. അപ്പിട്ടേച്ച കരഞ്ഞെന്ന് അറിയാം, അല്ലെ മൂത്രം വെച്ചിട്ടാ നനഞ്ഞിട്ടാ കരഞ്ഞെന്നറിയാം. ഇപ്പൊ പിന്നെ നനഞ്ഞത്തില്ലല്ലോ, എല്ലാം ഫുൾ ടാങ്കായിട്ട് അവിടെ ഇരുന്നു വന്നു. ഇന്നും താഴെ പോവില്ല, അമ്മമാർക്ക് പണിയില്ല. അവസാനം ഇന്ന് എടുത്ത് ചവിടട്ട് വന്നു ജോലി പണിയില്ല. അതുകൊണ്ട് എന്താ, കുറെ കഴിയുമ്പോൾ പിള്ളേർക്ക് രോഗം. ഞാനൊന്നും പറയുന്നില്ല, നാരായണ. അതുകൊണ്ട് ഞാൻ ശരിക്കും അമ്മമാരോട് ഇത്രയും പറഞ്ഞ അമ്മയാണ് എല്ലാത്തിനും അധികാരി. അച്ഛൻ ഇല്ലാതെ വേണമെങ്കിലും ജീവിക്കും, ഇല്ലേ? ശരിയാണ് പറയുന്നത്. അച്ഛൻ ഇല്ലെങ്കിലും അത്രയ്ക്ക് വലിയൊരു നഷ്ടബോധം ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴാണോ അമ്മ നഷ്ടപ്പെടുന്നത് അപ്പോ ഉണ്ടാവും ഒരു വിങ്ങൽ, അറിയാതെ. ശരിയല്ലേ? അച്ഛന് വിലയില്ല, അച്ഛന് വളരെ വലിയ വിലയുണ്ട്. പക്ഷെ എന്നാലും ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ ഒരു ബലം എന്ന് പറയുന്നത് അവന്റെ അമ്മയാണ്. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നത്.
10-25 വയസ്സായി എൻ്റെ അമ്മയ്ക്ക്, ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എനിക്കും ഏതാണ്ടൊക്കെ പ്രായമായി. നമ്മുടെ ലൈസൻസ് ഒക്കെ എപ്പോഴാണ് റദ്ദ് ചെയ്യുന്നതെന്നും അറിയത്തില്ല. പോവാ വണ്ടി ഇങ്ങനെ. ഇന്ന് എന്റെ ബലം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. ഏത് കാര്യത്തിനും വഴക്കൊക്കെ ഉണ്ടാക്കും, അത് വേറെ വശം. പിണങ്ങിയിരിക്കും 2 ദിവസം വരെ. 3-ാം ദിവസം എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പോയി കവളത്തിൽ കുത്തും കൊടുത്ത് വിളിക്കും. കാരണം അത് അമ്മയും അത് എവിടെ നിന്നുണ്ടാകുന്നറിയാം, പൊക്കൽ കൊടിയിൽ നിന്നുണ്ടാകുന്ന ബന്ധമാണ്. ആ ബന്ധത്തിന്റെ ദൃഢതയാണ് ജീവിതത്തിൽ അങ്ങോളം അമ്മയുമായിട്ട് എപ്പോഴും മക്കൾക്കുണ്ടാകുന്നത്. അതിന്റെ സുഖം വേറെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത്. രക്ഷപ്പെട്ടു. ഇത്രയും പറഞ്ഞു വന്നപ്പോ ഞങ്ങളുടെ വിചാരിച്ചില്ല കൊടുക്കാൻ വിചാരിക്കണം. അമ്മയ്ക്ക് കൊടുക്കരുത്, കൊടുത്ത് നാണം കെടാൻ നിൽക്കരുത്. അമ്മയ്ക്ക് എടുക്കാനുള്ള അവകാശമേ ഉള്ളൂ, നമുക്ക് കൊടുക്കാനൊരു അവകാശമില്ല. അമ്മയ്ക്ക് കൊടുക്കാനൊരു അവകാശം നമുക്കില്ല, അമ്മയ്ക്ക് എടുക്കാനാണ് അവകാശം. ആരെയാ? മക്കളെയാണോ? അല്ല, മക്കളെ സമ്പാദ്യം കൊണ്ട് മുൻപിൽ അമ്മയുടെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുക്കണം. അമ്മ എടുക്കും. അമ്മയ്ക്ക് ആവശ്യമുള്ളത് അമ്മ എടുക്കും. എടുത്തിട്ട് ബാക്കിയുടെ 10-1 അച്ഛന് കൊടുക്കണം. കാരണം ഉൽപ്പത്തിക്ക് സ്ഥാനം അവിടെയാണ്. അച്ഛനാണ് കാരണക്കാരൻ ഈ ജന്മത്തിന്. അമ്മ അതിന്റെ പങ്കാളിയായിക്കൊണ്ട് അമ്മ കൂടുതൽ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ആയതുകൊണ്ട് അമ്മയ്ക്ക് സ്ഥാനം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാ എന്ന് പറയുന്നത്. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും, മക്കളെ ഒരിക്കലും അച്ഛന്റെ അമ്മയുടെ കണ്ണു നിറയാൻ അനുവദിക്കരുത്. നിന്നെ ഓർത്ത് നിന്റെ അച്ഛനോ അമ്മയോ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഗതി അധോഗതിയാണ്. നിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു കണ്ണു തുറന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടില്ല, നിന്റെ സന്തതികളെ രക്ഷപ്പെടില്ല, ഉറപ്പാണ്. 7 തലമുറ കോഞ്ഞാണ്ടിയായി പോകും. ഭൂമി നീറുന്ന പോലെ നിന്ന് നീറേണ്ടി വരും. കുലം തന്നെ അറ്റുപോകും. ഇങ്ങനൊരു കുലം തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നും അറിയില്ല. അതാണ് മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ചാലുള്ള ഗുണം. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ മക്കൾ വേദനിക്കുന്നത്, അല്ല അമ്മമാരും അച്ഛന്മാരും വേദനിക്കുന്നത് മക്കളുടെ പ്രവൃത്തി ഓർത്ത് വാക്കോർത്തോ കേട്ടോ. നിങ്ങൾക്ക് വല്ല ഭാഗവത്തിലേക്ക് അതേ പറയും വല്ല കാര്യമുണ്ട് ഇല്ലേ? അതൊക്കെ ഇപ്പൊ ആലോചിക്കണേ അല്ലേ? ജീവിതം പറഞ്ഞ് ഭഗവാനെ പ്രേമിക്കുക, ഭഗവാനിലേക്ക് ചെന്ന് ചേർക്കുക മനസ്സിനെ. അപ്പോഴാണ് സുഖം ഉണ്ടാവുക. അല്ലാതെ വെറുതെ കുറെ ഓടിക്കളിച്ചത് കൊണ്ടോ കുറെ എന്തെങ്കിലും വേഷം കെട്ടിയത് കൊണ്ടോ ഒന്നും ജീവിതമാവില്ല. ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. അറിഞ്ഞു ഭഗവാനിലേക്ക് ചെല്ലുക. ഞാൻ ഭാഗവതത്തിലൊന്നും തൊട്ടില്ല, പറയാൻ കിടക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം വന്നപ്പോ കുറെ കഥ പറഞ്ഞിട്ട് പോയില്ല. പക്ഷെ എന്തുകൊണ്ടോ ഈ വർഷം എനിക്ക് അങ്ങനെ അല്ല തോന്നിയത്. എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു കുഴപ്പമുള്ള പോലെ തോന്നി. അച്ഛന്മാർക്ക് വലിയ സങ്കടം തോന്നില്ല. വളരെ റേറാണ് അച്ഛന്മാർ സങ്കടപ്പെടുന്നത്. അച്ഛന്മാരാണെങ്കിലും മാറി കരഞ്ഞൊന്നുമില്ല. എന്താ അമ്മ ഒന്നും പറഞ്ഞു, അച്ഛൻ എവിടെയെങ്കിലും കരഞ്ഞുണ്ടോ? എന്താ ഒരച്ഛൻ കരയുന്നെങ്കിൽ അതിനർത്ഥം ആ അച്ഛൻ അത്രമാത്രം തകർന്നു പോകുമ്പോഴാണ് ഒരച്ഛന്റെ കണ്ണറിയുക. ഒരച്ഛൻ എവിടെങ്കിലും മാറിയിരുന്ന് കണ്ണുനീര് തുടയ്ക്കുന്നത് കണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ പ്രവൃത്തികൾ മുഴുവൻ വൃഥാവിലായി പാഴായി പോയി നോക്കണം. ഒരച്ഛന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നുമില്ല. അതില്ലാതെ വരുമ്പോഴാണ് അത് എത്രമാത്രം ബലവത്തായിരുന്നു, എത്രമാത്രം വേണ്ടതായിരുന്നു എന്നൊരു തിരിച്ചറിവുണ്ടാകുക. അച്ഛന്റെ കൈപിടിച്ച് അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴും അച്ഛന്റെ കൈപിടിച്ച് നടക്കാൻ പഠിക്കുന്ന കുഞ്ഞ് അച്ഛന്റെ കൈവിട്ടോടുമ്പോഴും അച്ഛന്റെ ഒരു കൺട്രോൾ ഉണ്ടാവുമല്ലോ. നല്ല അച്ഛന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ ഞാനൊരു കുട്ടിയോട് ചോദിച്ചു, മോനെ അച്ഛൻ രാവിലെ ഇറങ്ങി പോകുന്ന പോലാണോ മക്കളെ വരുന്നത് വീട്ടിലെ? അല്ല സ്വാമി. പിന്നെ എങ്ങനെയാ വരിക? സ്വാമി, അച്ഛൻ വരുമ്പോ കാലുറക്കത്തില്ല.
ഞാൻ ഉദ്ദേശിച്ച് ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ക്ഷീണിച്ച് അവസരമായി വരുന്ന കാര്യം ആലോചിച്ചാൽ ഞാൻ ചോദിച്ചാൽ രാവിലെ പോയവരാണോ അച്ഛൻ? രാവിലെ ഉഷാറായിട്ട് വലിയ മക്കളെ പോണേ, വൈകുന്നേരം അങ്ങനെയാണോ വരുന്നത് ചോദിച്ചുമ്പോൾ മോൻ പറഞ്ഞു, അല്ല സ്വാമി, അച്ഛൻ്റെ കാല് വഴുതി പോകും, അമ്മ വിളിച്ചോണ്ട് കിടത്തോടെ. അപ്പൊ അമ്മയെ എന്താണ്ടൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാം. ആ അച്ഛന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. 1000 കിട്ടുമ്പോ 750 കുടിച്ച് 250 വഴിയിൽ കൊണ്ട് കളഞ്ഞിട്ട് വന്ന് പെണ്ണുമ്പിള്ളി എടുത്തിട്ട് നെല്ല് കുത്തുന്ന ഭർത്താവിന്റെ അച്ഛന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്വന്തം കുടുംബത്തെ നോക്കിക്കൊണ്ട്, അവന്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട്, അവന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു അച്ഛൻ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില അറിയുന്നത്. രണ്ട് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിഞ്ഞിട്ട് ഒരു കണ്ണ് പോകണം വില അറിയില്ലേ? അതുകൊണ്ട് അമ്മയും അച്ഛനും എപ്പോഴും എന്തുപോലെ ആയിരിക്കണം? എന്തുപോലെ ആയിരിക്കണം? നൂലിൽ കോർത്ത 2 മുത്തുകളെ പോലെ ചേർന്ന് നിൽക്കുക. ഇടയ്ക്കൊരു കെട്ടുണ്ടാവരുത്, ചേർന്ന് നിൽക്കണം. അല്ലെ കാന്തങ്ങളുടെ 2 ധ്രുവങ്ങൾ എങ്ങനെയാണോ ചേർന്ന് നിൽക്കുന്നത്, അതേപോലെ അച്ഛനും അമ്മയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ മക്കൾക്ക് സുഖമുണ്ടാവും. ആ മക്കൾ ഒരിക്കലും വഴിതിരിഞ്ഞു പോയില്ല. ആ മക്കൾ ഒരിക്കലും വഴിതെറ്റില്ല. എവിടെങ്കിലും ഈ വിപരീത അല്ലെ ഒരേ ധ്രുവങ്ങൾ വരുമ്പോ എങ്ങനെയാണോ കാന്തം അകന്നു പോകുന്നത്, അതേപോലെ അച്ഛനും അമ്മയും അകന്നുപോയാൽ ആ ജീവിതം, ആ കുടുംബം, ആ മക്കൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് അമ്മയും അച്ഛനുമാണ് ഒരു കുടുംബത്തിന്റെ എല്ലാത്തിനും അടിസ്ഥാന ബേസ്മെന്റ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? മനസ്സിലായോ? ഇപ്പൊ ഇത്രയും കേട്ടാൽ മതി. അത്യാവശ്യം ഈ അത്താഴം കഴിക്കാതിരിക്കാനുള്ള വഴിയായില്ലേ? അയ്യോ, ഇന്ന് പോയി കിടന്ന് വെറുതെ വല്ലതും കഴിച്ചു വയറ് നിറച്ച് കഴിച്ചു പോയി കിടന്ന് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങരുത്. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അത് എന്തുവാ എനിക്ക് പറ്റിയ, എന്റെ ജീവിതത്തിൽ പറ്റിയ മിസ്റ്റേക്ക് എന്താണ് എന്ന് സ്വയം അച്ഛനും അമ്മയും ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാ ഇനിയെങ്കിലും. കാരണം മക്കൾ ചവിട്ടുമ്പോൾ ആ ചവിട്ട് കൊള്ളുമ്പോൾ എനിക്ക് തിരിച്ചറിയാമല്ലോ ഞാൻ ഇന്നതിനാ ചവിട്ട് കൊള്ളുന്നത്. അല്ലേ? ആണോ? അല്ലെ ഇനി വരുന്ന തലമുറ ചവിട്ടാതിരിക്കണമെങ്കിൽ അതിനും ഞാനൊന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാ. അല്ലാതെ കേട്ടു, ഓ എന്തോ ഒരു പ്രഭാഷണമായിരുന്നു സ്വാമിയുടെ, അയ്യോ എനിക്കറിയത്തില്ല ദൈവമേ, ഇതുവരെ കേട്ടിട്ട് ഇല്ല കേട്ടോ, എന്ത് സൂപ്പർ പ്രഭാഷണമായിരുന്നു, എല്ലാവരും അങ്ങനെ ഇരുന്നു പോയി. എന്തായിരുന്നു പറഞ്ഞേ? അത് മാത്രം മനസ്സിലായില്ല. സൂപ്പർ പ്രഭാഷണം. ഒരു കാര്യമില്ല, മനസ്സിലാവണുണ്ടോ പറയണേ? അതുകൊണ്ട് പറയണ എന്താന്ന് ഗ്രഹിക്കുക. അത് ഗ്രഹിച്ചിട്ട് ഒന്ന് ചിന്തിക്കുക. രാത്രിയിൽ പോയിരുന്ന എന്താണ് അങ്ങേര് പറഞ്ഞത്, അത് എന്റെ ജീവിതവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, അതിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എവിടാണ്, അത് ഞാൻ എങ്ങനെ തിരുത്തിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും എന്നൊരു ചിന്ത ഉള്ളിൽ ഉണ്ടായില്ല എങ്കിൽ ഇതൊക്കെ വൃഥാവിനാണ്. എടുത്ത് കിളിക്കണ്ട. അത് അങ്ങനെ ഒരു സാധനം ഇരിപ്പൊക്കത്തില്ല. അങ്ങനെ ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞ് തന്നെ പുള്ളി എടുത്തിട്ട് കിടാന്നൊരു അടി അടിക്കും. ആ വല്ലാത്ത സൂക്കേടാ. അത് കേട്ടോണ്ടിരിക്കുന്നവർക്കല്ല കുഴപ്പം, അങ്ങേർക്കാണ് കുഴപ്പം. എന്തോ പറയാനാണ് എടുത്ത് കിടക്കുവാണ്. നിർത്താറായെന്ന് 8:30 ആയുള്ളൂ. 8:30 വരെ ഇരിക്കാമെന്ന് നിന്നോട് ഞാൻ ചോദിച്ചില്ലേ? അപ്പൊ 8:30 ആയെന്ന് കാണിക്കുക തന്നെ. എനിക്ക് വാച്ചും മൊബൈലും ഒന്നും ഇല്ലാത്ത പോലെ. നാരായണ സ്വാമി ഇതിനെയും എന്തൊക്കെയാണ് ഞാൻ നടക്കുന്നത്? എന്റെ കാര്യം പറയണം. അപ്പൊ അതുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക. നമുക്ക് ഭാഗവതമൊക്കെ പതുക്കെ പഠിച്ചു. 5 കൊല്ലമല്ലേ ആയുള്ളൂ. ഭാഗവതം കേൾക്കാൻ ഇനിയും സമയമുണ്ട്. ഭാഗവതം കേൾക്കണമെങ്കിൽ അതിന് വേണം കഴിക്കാം.